ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെ സ്റ്റുഡൻസിന് ഏൺ ചെയ്യാമെന്നുള്ളതാണ്. മോസ്റ്റ് സ്റ്റുഡൻസും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ഇല്ലാതെ ഏർണിങ്സ് ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, 10,000 തൊട്ട് 50,000 രൂപ വരെ നിങ്ങൾക്കൊരു മാസം ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? ഇതിൽ സ്കാംസ് ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ഒൺലി സ്മാർട്ട് വർക്ക്. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു ഡിസ്ക്ലൈമർ പോലെ ആയിക്കോട്ടെ. കാര്യം ഇത് ഒരു രാത്രി കൊണ്ടൊന്നും നിങ്ങളൊന്ന് റിച്ച് ആവുമോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ റിച്ച് അങ്ങനെ സംഭവമല്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും, തുടർച്ചയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം പോലും ഫേക്ക് അല്ല. ഇതിന് ചെറിയ ചെറിയ സ്കിൽസ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ പാർട്ട് ടൈമാണ്, നിങ്ങൾക്ക് ഫുൾ ടൈമായിട്ടൊന്നും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് കണ്ടെന്ന് വെച്ചാൽ ഫ്രീലാൻസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കില്ല് അത് നിങ്ങൾ സെല്ല് ചെയ്യുക, ഏതെങ്കിലും ഒരു ക്ലയൻറ്റിന് സെല്ല് ചെയ്യുക, അതിനെയാണ് ഫ്രീലാൻസിങ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് കഴിവൊന്നുമില്ലടാ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫ്രീലാൻസിങ് കഴിവുകളെല്ലാം, അതായത് ഫ്രീലാൻസിങ് സ്കില്ലുകളെല്ലാം നമുക്കത് പഠിച്ചെടുക്കാൻ വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ എഡിറ്റിംഗ്, പിന്നെന്താ കണ്ടൻറ് ക്രിയേറ്റിംഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. തംബ്നെയിൽ മേക്കിംഗ്, പോസ്റ്റർ മേക്കിംഗ്, അതൊക്കെയാണ് ഫ്രീലാൻസിങ് മേജർലി വരുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ സെല്ല് ചെയ്യുക, ഇതിനെയൊക്കെയാണ് ഫ്രീലാൻസിങ് എന്ന് മെയിൻലി പറയാറ്. പിന്നെ ഇതിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും, ക്ലയൻസോട് സംസാരിക്കേണ്ടിയും വരും. ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 വെബ്സൈറ്റുകളാണ് ഫീവറും അപ്വർക്കും. പിന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റൊക്കെ കുറച്ച് ഇൻകം കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസും സ്കില്ലും ഒക്കെ കൂടുന്നതോടെ നിങ്ങളുടെ ഇൻകവും കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത് യൂട്യൂബിൽ നമ്മളെ സ്വന്തം യൂട്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഇതൊരു ലോങ് ടേം ഇൻകം കിട്ടുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് പല കണ്ടൻറ്റുകളും, നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സോ ക്രാഫ്റ്റോ ഫിനാൻസോ അങ്ങനെ പല കണ്ടൻറ്റുകളും നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ലോങ് ടേം ഇൻകമാണ്. അടുത്തതായിട്ട് റീസെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം കിട്ടി, ഒരു വെബ്സൈറ്റോ സംതിങ് എന്തിലേലും ഇപ്പം നിങ്ങളൊരു 300 രൂപയ്ക്ക് ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ചു, അതിനെ നിങ്ങൾ 500 രൂപയ്ക്ക് വിൽക്കുക. ആ പരിപാടിയാണ് റീസെല്ലിംഗ്. എന്തായാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് എത്ര രൂപയാണ്? 200 രൂപ. ഇതിന് വേണ്ടിയിട്ട് കുറേ വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിലൊരു മേജർ സാധനമാണ് നമ്മളെ മീഷോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ റീസെല്ലിംഗ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞുള്ളതാണ് ട്യൂട്ടറിങ്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഒരു +1 പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ താഴെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ലേ? ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ അമ്മമാരോ അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചിമാരോ ഒക്കെ കൂടുതലും ഇങ്ങനത്തെ ഒരു ട്യൂട്ടറിങ് വീട്ടിൽ ഇങ്ങനെ ട്യൂഷനൊക്കെ എടുത്തിട്ടാണ് ഏൺ ചെയ്യാറ്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് മെത്തേഡാണ്. ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കാര്യം നമുക്ക് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ഇതാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ട്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം പൊടി പിള്ളേർക്ക്, ഇപ്പം LKG പഠിക്കുന്ന കുട്ടികൾക്ക് എടുത്താൽ മതി. കൂടിപ്പോയ ഒരു മാസം 2,000 രൂപയെങ്കിലും കിട്ടില്ലേ? അതൊരു ഏർണിംഗ് മെത്തേഡാണ്. പിന്നെ അത് നമുക്ക് ഓൺലൈൻ ട്യൂഷൻ എടുക്കാം. ചില വെബ്സൈറ്റുകളുണ്ട് ഓൺലൈൻ ട്യൂഷനായിട്ട് എടുക്കാം. പിന്നെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാം. അടുത്തത് കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനേലൊക്കെ കുറിച്ചൊക്കെ എഴുതി, നമ്മളിപ്പം ഗൂഗിളിലൊക്കെ നമ്മൾ കാണാറില്ലേ, എന്തിനേലും കുറിച്ചൊക്കെ എഴുതിയിടുന്ന സംഭവം, ആർട്ടിക്കിളും, പിന്നെ നമ്മൾ ഈ നോട്ടൊക്കെ ഉണ്ടല്ലോ, സ്ക്രിപ്റ്റും, പിന്നെ നമ്മൾ ഈ ഇപ്പം +1 തന്നെ നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ആളിൽ നിങ്ങളുടെ ആ ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് പേ ചെയ്യും. അതിപ്പം ഗൂഗിളിൽ തന്നെ നമ്മളിപ്പം ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മൾ അറിയുന്നില്ലേ, ഇപ്പം ന്യൂസ് പോലത്തെ സംഭവങ്ങൾ, അതിനൊക്കെയാണ് ഈ കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇതിന് ഹാർഡ് വർക്ക് വേണം. പിന്നെ ഇതൊരു രാത്രി കൊണ്ടൊന്നും നിങ്ങളെ ലക്ഷാധിപതികളാക്കാൻ ഒക്കില്ല. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പിന്നെ തുടർച്ചയായിട്ട് ചെയ്യണം. ബട്ട് ഒരു ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ദിവസം നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേബിൾ ഇൻകം കിട്ടും. പിന്നെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.